നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് കുമരകത്ത് നടക്കും. കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് ചർച്ച നടത്തുമെന്ന് മുമ്പ് സ്റ്റാലിൻ തമിഴ്നാട് നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. തന്തൈ പെരിയാർ സ്മാരക ഉദ്ഘാടനത്തിനും വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിനുമാണ് സ്റ്റാലിൻ കേരളത്തിൽ എത്തിയത്. സംസ്ഥാന സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചത്. എത്ര ബോർഡുകൾ നീക്കം ചെയ്തെന്ന കണക്കുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം തേടിയതിൽ സിംഗിൾ ബെഞ്ച് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ നീക്കം ചെയ്തതിൻ്റെ കണക്കുകൾ പ്രത്യേകം വേണമെന്നും എത്ര രൂപ പിഴ ഈടാക്കിയെന്ന് അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിക്കാരായ ഉമർ ഫൈസി മുക്കം നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തുടർന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കുപിതനായത്. അധ്യക്ഷൻ ഇറങ്ങിയതിന് പോയതിന് പിന്നാലെ ഉപാധ്യക്ഷൻ മുഷാവറ യോഗം പിരിച്ചുവിട്ടു. ഇന്നലെ ചേർന്ന യോഗത്തിൽ ഉമർ ഫൈസി മുക്കവുമായി ബന്ധപ്പെട്ട പരാതികൾ ചർച്ചയ്ക്ക് വന്നപ്പോഴായിരുന്നു സംഭവം. ചാക്കുളത്തുകാവ് പൊങ്കാലയോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയപ്രകാരം നടക്കും. നാളെയാണ് അവധി. തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം LDF ഭരണത്തെ ജനം വെറുത്തതിന്റെ തെളിവാണെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF ദുർഭരണത്തിനുമെതിരായ ശക്തമായ രോഷം സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രതിഫലിച്ചതിന്റെ തെളിവാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിനെ നിശിതമായി വിമർശിച്ച് ശശി തരൂർ MP. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ച ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിലെ ചർച്ചയ്ക്കിടെ വയനാട് വിഷയം അടക്കമുയർത്തിയാണ് കോൺഗ്രസ് MP അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. പുതിയ ബില്ല് തന്നെ ദുരന്തമെന്ന് പറഞ്ഞ ശശി തരൂർ കേരളം പോലെ പ്രളയ സാഹചര്യം ആവർത്തിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്ന ഒന്നും പുതിയ ബില്ലിലില്ലെന്നും കുറ്റപ്പെടുത്തി. ദുരന്ത നിവാരണത്തിൽ നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നില്ലെന്നും MP മാരെ കേൾക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തിയ തരൂർ ബിൽ തിരികെ വയ്ക്കുന്നതാകും നല്ലതെന്നും പറഞ്ഞു. കാർഷികേതര നിർമ്മാണ രംഗത്തെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമെന്ന നേട്ടം നിലനിർത്തി കേരളം. കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളി ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടി വരുമാനം നേടുന്നതായി ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള RBIയുടെ ഹാൻഡ്ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിലെ നിർമ്മാണ രംഗത്തെ ഒരു തൊഴിലാളിക്ക് പ്രതിദിനം 894 രൂപ വേതനമായി നൽകുമ്പോൾ മധ്യപ്രദേശാണ് ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്നത്. വെറും 292 രൂപയാണ് മധ്യപ്രദേശിലെ നിർമ്മാണ രംഗത്തെ ഒരു തൊഴിലാളിക്കുള്ള പ്രതിദിന വേതനം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റിയിലെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലുള്ള ഹർജിയിൽ കക്ഷി ചേരാൻ മറ്റൊരു നടി കൂടി അപേക്ഷ നൽകി. മൊഴിയിൽ കൃത്രിമത്വം നടന്നതായി സംശയിക്കുന്നുവെന്നും SIT ഇതുവരെയും തന്നെ സമീപിച്ചിട്ടില്ലെന്നും നടി ഹർജിയിൽ പറയുന്നു. നേരത്തെ നടി മാല പാർവതിയും ഹേമ കമ്മിറ്റി അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. കിഴക്കഞ്ചേരി സ്വദേശിയും BJP പ്രാദേശിക നേതാവുമായ പ്രസാദ് C. നായരും ഡ്രൈവർ പ്രശാന്ത് യാത്ര ചെയ്ത കാറിൽ നിന്ന് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 1 കോടി രൂപ പിടിച്ചു. വളയാർ പോലീസ് പരിശോധനയിൽ കാറിലെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ 500 രൂപയുടെ 100 നോട്ടുകെട്ടുകളടങ്ങിയ കെട്ടുകൾ അടുക്കി വെച്ച നിലയിലാണ് കണ്ടെത്തിയത്. ക്രിസ്തുമസ് പുതുവത്സര അവധിയിലെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു. നാട്ടിലെത്താൻ ടിക്കറ്റ് കിട്ടാതെ വലയുന്ന മുംബൈയിലെ മലയാളികൾക്ക് സ്പെഷ്യൽ ട്രെയിൻ സഹായകരമാകും. മുംബൈയിലെ LTTയിൽ നിന്നും കൊച്ചുവേളിയിലേക്കാണ് പ്രത്യേക പ്രതിവാര ട്രെയിൻ പ്രഖ്യാപിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് കയ്യേറി സമരപന്തൽ കെട്ടിയ സംഭവത്തിൽ CPI സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ നേതാക്കളടക്കം 150 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പൊതുവഴിയിലുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും നടപ്പാത കയ്യേറി കൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുമാണ് കേസ്. ഉള്ളൂർ തുറുവയ്ക്കൽ ക്ഷേത്രകുളത്തിൽ 2 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മുങ്ങി മരിച്ചു. പാറാട്ടുകോണം സ്വദേശികളായ ജയൻ, പ്രകാശൻ എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ കോഴിക്കോട് യുവാവിന് ജീവൻ നഷ്ടമായ അപകടത്തിന് കാരണം ബെൻസ് കാറാണെന്ന തെളിവ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ച യുവാവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെത്തി. ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ വാഹന ഉടമകൾ വാഹനം മാറ്റി പറയുകയായിരുന്നു. ബെൻസ് ഓടിച്ച വാഹന ഉടമ സാബിത്തിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മരിച്ച ആൽവിൻ്റെ മൃതദേഹം വടകര പുറമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.
ഗതാഗത നിയമങ്ങൾ നഗ്നമായി ലംഘിച്ച് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ബീച്ച് റോഡിൽ പ്രമോഷൻ റീൽ ചിത്രീകരിക്കുന്നതിന് വീഡിയോഗ്രാഫർ കാറിടിച്ച് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇത് പ്രകാരം ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ആഞ്ഞടിച്ച് സുപ്രീംകോടതി. വ്യക്തിപരമായ പകപോക്കലിന് നിയമം ഉപയോഗിക്കുന്നുവെന്നും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾക്കും കള്ളക്കേസുകൾ നൽകുന്നുവെന്നുമാണ് സുപ്രീംകോടതി വിമർശനം. പ്രതികാരമായി നിയമം ഉപയോഗിക്കുന്നതിനെതിരെ ജാഗ്രത വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രതിപക്ഷം തെറ്റായ പ്രചാരണം നടത്തുകയാണെന്നും റെയിൽവേ സ്വകാര്യവൽക്കരണമെന്നത് സർക്കാർ അജണ്ടയിലില്ലെന്നും മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇത്തരം നുണകൾ പ്രചരിപ്പിക്കരുതെന്ന് കൂപ്പുകൈകളോടെ പറയുകയാണെന്നും അദ്ദേഹം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. റെയിൽവേ സ്റ്റേഷനുകൾ മോദിയുടെ കാലത്ത് ഡിജിറ്റൽ സ്റ്റേഷനുകളായെന്നും കൂട്ടിയിടിയെ ഒഴിവാക്കാനുള്ള കവചം കൊണ്ടുവന്നുവെന്നും മന്ത്രി പറഞ്ഞു. 2026 ജൂലൈയോടെ കവച് സംവിധാനം എല്ലായിടത്തും ലഭ്യമാകുമെന്നും പുതിയ വെർഷനാണ് എല്ലായിടത്തും ലഭ്യമാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഗുജറാത്തിൽ 5 ആശുപത്രികളെ ഡീബാർ ചെയ്തു. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി രോഗമില്ലാത്തവർക്ക് ആൻജിയോപ്ലാസ്റ്റി സർജറി അടക്കം നടത്തുകയും 2 പേർ മരണപ്പെടുകയും ചെയ്ത സംഭവത്തിൽ പിന്നാലെയാണ് ആശുപത്രികളെ ഡീബാർ ചെയ്തത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, മായോജന പദ്ധതികളിലടക്കം നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. 2 ഡോക്ടർമാരെയും ഡീബാർ ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ മുൻകൂർ മുന്നറിയിപ്പ് റഡാർ സംവിധാനം വൈറോനെഷ് സ്വന്തമാക്കാനൊരുങ്ങി ഇന്ത്യ. പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. റഷ്യയുടെ റഡാർ സംവിധാനം സ്വന്തമാക്കാൻ $4 ബില്യൺ ഇന്ത്യ ചെലവിടുന്നതെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കളിച്ചുകൊണ്ടിരിക്കെ തിങ്കളാഴ്ച വൈകുന്നേരം രാജസ്ഥാനിലെ ദൗസയിലെ 150 അടി താഴ്ചയുള്ള കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി. അബോധാവസ്ഥയിലുള്ള കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. 155 അടി ആഴത്തിലും 4 അടി വീതിയിലും തുരങ്കം നിർമ്മിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. 55 മണിക്കൂറാണ് രക്ഷാപ്രവർത്തനം നീണ്ടത്. ഭർത്താവിൻ്റെ വായ്പകൾ തിരിച്ച് അടക്കുന്നതിനായി നവജാത ശിശുവിന് 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗളൂരിലെ രാമനഗരിയിലാണ് സംഭവം. കുട്ടിയെ വിൽക്കാൻ സഹായിച്ച 2 പേരെയും കുട്ടിയെ വാങ്ങിയ ആളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.